നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. പൂർണ്ണമായും ഈ വ്യക്തിയുടെ ഹൃദയവും മനസ്സും തുറന്നുകൊണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തീർത്തും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് തന്നെയാണ്. ഈ വ്യക്തിയുടെ സ്ഥായിയായിട്ടുള്ള ഭാവം എന്താണ്, അല്ലെങ്കിൽ മാനസിക ചിന്താഗതിയും എന്താണ്, നിങ്ങളോട് എന്താണ് പറയുവാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുവാൻ ഈ വ്യക്തി തയ്യാറായാൽ എന്തൊക്കെയായിരിക്കും പറയുകയുണ്ടാകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായി തന്നെ ഊർജം നിങ്ങൾക്ക് വളരെയധികം റീസണേറ്റ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് നന്നായി തന്നെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരു ഊർജം എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്ഫോർമേഷനെ കൂടുതൽ ആകർഷിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ പ്രധാനപ്പെട്ട ഒരു ഊർജം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത്, എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഒരേ തട്ടിൽ തന്നെ നിൽക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല. മാറ്റങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വേദനിച്ചും സഹതപിച്ചും നിൽക്കുന്ന ഒരു വ്യക്തിയേ അല്ല. കുറച്ചു നാളൊക്കെ, അല്ലെങ്കിൽ കുറച്ചാഴ്ചകളോ മാസങ്ങളോ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് വിഷമിച്ച് നിൽക്കുമായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയിൽ മാത്രം. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും തന്നെ പുതിയൊരു ഊർജത്തിലേക്കാണ് ഈ വ്യക്തി വഴിമാറിപ്പോവുക. അത് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം തന്നെ വളരെയധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും പ്രാപ്തരാകേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരെപ്പോഴും മാതൃകയാക്കി എടുക്കേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ വളരെയധികം അനുഗ്രഹങ്ങളും പ്രൊട്ടക്ഷൻ ഊർജവുമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു രാജകുമാരന്റെയും രാജകുമാരിയുടെയും ഊർജമാണ് തളം കെട്ടി നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മാറ്റത്തിനും തയ്യാറാകുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും മറ്റുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കുവാനോ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു ജോലി ഉണ്ടെങ്കിൽ അതുമായി തന്നെ എങ്ങനെയെങ്കിലും ഒരു കണക്കിന് ജീവിച്ചു പോകാം, കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു മനോഭാവത്തിലുള്ള ഒരു വ്യക്തിയല്ല. മാനസികപരമായിട്ടും ചിന്തകളിലും വളരെയധികം വികസനവും വലിപ്പവുമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ താൻ പ്രയത്നിക്കുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുക തന്നെ ചെയ്യുമെന്നും അതിലൂടെ ജീവിതമെല്ലാം മാറ്റിമറിക്കാനാകും എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കാലത്തിനൊത്ത് സഞ്ചരിക്കുകയും ഓരോ അവസരത്തിനൊത്ത് മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. കാരണം അവസരത്തിനൊത്ത് പെരുമാറുകയാണ് ഈ വ്യക്തി എപ്പോഴും എല്ലാവരോടും ചെയ്യുവാറുള്ളത്, നിങ്ങളും കൂടി ഉൾപ്പെടെ. ഒരുപക്ഷെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി പിന്നത്തേക്ക് മാറ്റിവെക്കുന്നുണ്ടാകാം. അതായത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ലക്ഷ്യമിട്ട് അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷകളുടെ നങ്കൂരമിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അതിലേക്ക് മുഴുവനും ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിനിടയിൽ നിങ്ങളുടെ കാര്യം കുറച്ച് പുറകിലേക്ക് മാറ്റിവെക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ഒരു അവഗണന ഒരിക്കലും നിങ്ങൾക്കൊരു പക്ഷേ അത് അനുഭവിക്കുവാനോ അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനോ പറ്റുന്നില്ലായിരിക്കാം. ഈ വ്യക്തിയുടെ അവഗണന പലപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്.
മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തി കൊടുക്കുന്ന ആർജവവും ഡെഡിക്കേഷനും എന്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ള ചോദ്യവും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. പലപ്പോഴും നിങ്ങളത് ചോദ്യം ചെയ്തിട്ടുമുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് പടിപടിയായി വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടുകൊണ്ട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയില്ല. ഓരോ ഭാഗങ്ങളായി അത് മനോഹരമാക്കാനും അത് കെട്ടിപ്പടുത്തുയർത്താനും ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഈ പേഴ്സൺ. ഓരോരോ ഭാഗങ്ങളായി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് അതിൻ്റെ പോരായ്മകളെല്ലാം മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിറവിൻ്റെ ഒരു രീതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു വാക്ക് മാത്രം നിങ്ങൾക്ക് തരുവാനായി സാധിക്കും. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. കുറച്ച് വൈകിയാൽ പോലും നിനക്കുള്ള അല്ലെങ്കിൽ നീയും ഞാനും തമ്മിലുള്ള ജീവിതം അത് വിജയകരമാക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു വാക്കോ ഉറപ്പോ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ വേദനിക്കേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ന്യായമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പറയാതെ മറച്ചു വെച്ചിട്ടുണ്ട്. അത് തീർത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഒത്ത് പറയേണ്ട ഒരു കാര്യമല്ല എന്നും അതൊരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്നും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മാറ്റിവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ മാറ്റിവെക്കുന്നുണ്ട്. അത് തീർത്തും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ പലതും നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാനസിക സ്ഥിതി മുഷിപ്പിക്കുവാനും മടുപ്പിക്കുവാനും ഈ വ്യക്തി തയ്യാറാകുന്നില്ല. എത്രമാത്രം ഫ്രഷ്നെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതുപുത്തൻ ഊർജത്തോടു കൂടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രയും പരിശുദ്ധതയോടു കൂടിയും സമാധാനത്തോടു കൂടിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കലാപമായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, എപ്പോഴും അത് വെച്ച് പുലർത്തുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നതല്ല. എന്തെങ്കിലും ഒരു വഴക്കോ വാക്ക് തർക്കമോ ഇഷ്ടക്കുറവോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ശാന്തതയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു അശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഒരു ഒട്ടും ശാന്തതയില്ലാത്ത രീതിയിലുള്ള പ്രതികരണമായിരിക്കാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സാഹചര്യത്തിനൊത്തുള്ള പെരുമാറ്റം മാത്രമാണ്. പക്ഷെ ഇതെല്ലാം തന്നെ ഈ വ്യക്തി ഒരു നാൾ നിർത്തുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഈ വ്യക്തി എന്തൊക്കെയോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിലുണ്ടായിട്ടുള്ള വീഴ്ചകളായിരിക്കാം, പോരായ്മകളായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം. അത് നികത്തുവാനും ഭാവിയിലത്തേക്കുള്ള ഒരു കൂട്ടി വെക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയാക്കി വെക്കുക, അതിനെ കൂടി ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വ്യക്തി പല കാര്യങ്ങളും ഇപ്പോൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിനം പ്രതി ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ടാകാം, ദേഷ്യപ്പെട്ടൊക്കെ പെരുമാറി വന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊരിക്കലും ഇതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നും ഈ പ്രണയബന്ധത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തന്നെ ഈ വ്യക്തി വരുവാൻ തന്നെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് പല പ്രയത്നങ്ങളും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതൊരിക്കലും നമുക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. പല കാര്യങ്ങളും ഈ വ്യക്തി പുറത്ത് പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി ഒന്നും ചെയ്യാത്തതായി തോന്നിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി ഇതിനു വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും എടുക്കുന്നില്ല എന്നും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നില്ല എന്നും നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു നിഗൂഢമായി മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പേഴ്സൺ പലപ്പോഴും ഓരോ സമയത്ത് ഓരോ സ്വഭാവ രീതിയാണ്, ചിന്താഗതികളാണ്. പക്ഷെ അതൊരിക്കലും കണ്ടിട്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ ആകേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തിയുടെ എല്ലാ ടാർഗറ്റും നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു മറവിൽ നിന്നുകൊണ്ടാണെന്ന് മാത്രം, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നിന്നുകൊണ്ടാണെന്ന് മാത്രം.
മനസ്സിലായോ? അപ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് പ്രശ്നത്തിലൊക്കെ ആയി എന്തെങ്കിലും വാക്കുതർക്കമൊക്കെ സംഭവിച്ചു. പക്ഷെ ആ ഒരു വഴക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിറ്റേ ദിവസം ഈ വ്യക്തിയെ കാണുമ്പോൾ പെരുമാറിയിട്ട് കാര്യമില്ല. കാരണം ഈ വ്യക്തി ആ വഴക്കിട്ടതൊക്കെ ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടാകും. മനസ്സ് ശുദ്ധീകരിച്ചിട്ടുണ്ടാകും. പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ടായിരിക്കും നിങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷന് തയ്യാറാകുന്നത്. അപ്പോൾ അത്തരം ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണപ്പെടുന്നു. എന്തു തന്നെയായാലും മാലാഖമാർ നിങ്ങളോട് പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നെ ഈ വ്യക്തിയെ എപ്പോഴും മുന്നോട്ട് പോകാൻ പ്രചോദനമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നാൾ ഫലം ലഭിക്കും എന്നുള്ള ഒരു ചിന്താഗതിയും ആ ഒരു ചങ്കുറപ്പും തന്നെയാണ് ഈ വ്യക്തിയെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.